പാഠം 16. ഇടയനും മേജറും. മലയോരത്ത് ഒരു ഇടയച്ചെറുക്കൻ ആട്ടിൻപറ്റത്തെ മേയ്ക്കുകയായിരുന്നു. കൂടെ അവന്റെ നായയും ഉണ്ടായിരുന്നു. നേരം 4 മണി കഴിഞ്ഞു. കനത്ത മഞ്ഞ് വീഴാൻ തുടങ്ങി. അവിടെയെങ്ങും ഇരുട്ട് പരന്നു. അപ്പോൾ കുറേ അകലെ നിന്ന് കുതിരയുടെ കുളമ്പടി കേട്ടു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കുതിരപ്പുറത്ത് ഒരാൾ അവിടെ എത്തി. നല്ല അന്തസ്സുള്ള മനുഷ്യൻ. കണ്ടാൽ ആരും മാനിച്ചു പോകും. പട്ടാളത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ആ ഇടയനോട് പറഞ്ഞു, കുട്ടി, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ കാട്ടിൽ വേട്ടയാടാൻ വന്നതാണ്. കൂട്ടുകാരെ പിരിഞ്ഞ് തനിയെയായി വഴിയറിയാതെ കുഴങ്ങുകയാണ്. നീ എന്നെ പട്ടണത്തിലേക്കുള്ള പാതയിൽ കൊണ്ടുപോയാക്കണം. നല്ല സമ്മാനം തരാം എന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വഴി പറഞ്ഞു തരാം. എന്നാൽ നിങ്ങളുടെ കൂടെ വരാൻ നിവർത്തിയില്ല. ഞാൻ വന്നാൽ ഈ ആട്ടിൻപറ്റത്തെ ആരാണ് നോക്കുക? ഇവിടങ്ങളിൽ ചെന്നായ്ക്കളുടെ ഉപദ്രവമുണ്ട് എന്ന് ഇടയൻ വിനയത്തോടെ അറിയിച്ചു. അപ്പോൾ ഉദ്യോഗസ്ഥൻ, എനിക്കിവിടെ പരിചയം കുറവാണ്. ഈ ഇരുട്ടിലും മഞ്ഞിലും വഴി തെറ്റിപ്പോകും. നീ കൂടെ വരണം. വേഗം മടങ്ങാം. അതുവരെ നിന്റെ നായയുണ്ടല്ലോ ആടുകളെ നോക്കാൻ. ഇടയൻ പറഞ്ഞു, "അതു പറ്റില്ല. നായയെ എന്നെയാണ് യജമാനൻ ആടുകളെ നോക്കാൻ ഏൽപ്പിച്ചത്. നായ എന്നെ സഹായിക്കുമെന്നേയുള്ളൂ." ഉദ്യോഗസ്ഥൻ ചോദിച്ചു, "ഈ പറ്റത്തിൽ ഒരുപാട് ആടുകളുണ്ടല്ലോ. ഒന്ന് രണ്ടെണ്ണം ചെന്നായ തട്ടിക്കൊണ്ടു പോയാലും യജമാനൻ അറിയുമോ?" ഇടയൻ പറഞ്ഞു, "അറിയില്ലായിരിക്കാം. എന്നാലും യജമാനനെ ഞാൻ ചതിക്കില്ല." ഉദ്യോഗസ്ഥൻ പറഞ്ഞു, "എന്നാൽ 4 ആടിന്റെ വില ഞാൻ മുൻകൂറായി തന്നേക്കാം. നഷ്ടപ്പെടുന്ന ആടിനു പകരം ഈ 200 രൂപ അദ്ദേഹത്തിന് കൊടുത്തേക്ക്." ഇടയൻ പറഞ്ഞു, "അത് പറ്റില്ല. ആടുകളെ വിൽക്കാനല്ല, മേയ്ക്കാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്." അവർ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കുളമ്പടി കേട്ടു. 4 ജവാന്മാർ കുതിരപ്പുറത്ത് അവിടെ എത്തി. "മേജർ സാബ്, മേജർ സാബ്" എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചാടിയിറങ്ങി. ഉദ്യോഗസ്ഥന് സലാം കൊടുത്തു. ഒരു ജവാൻ പറഞ്ഞു, "മേജർ സാബ്, ഞങ്ങൾ എത്ര നേരമായി അവിടുത്തെ തിരക്കി നടക്കുന്നു. കാട് മുഴുവൻ ചുറ്റി." മേജർ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, "നിങ്ങളെ കാണാതെ ഞാനും വളരെ വിഷമിച്ചു. പട്ടണത്തിലേക്കുള്ള പാത കാണിച്ചു തരാൻ ഞാൻ ഈ ഇടയനോട് പറഞ്ഞു. ആട്ടിൻകൂട്ടത്തെ വിട്ടിട്ട് വരാൻ അവൻ സമ്മതിച്ചില്ല." ജവാൻ കണ്ണുരുട്ടി ഇടയന്റെ കൈ കടന്നു പിടിച്ചു. "എടാ, ഇതാരെന്നറിയാമോ നിനക്ക്?" എന്ന് ചോദിച്ചു. "ആരായാലെന്ത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ" എന്ന് ഇടയൻ കൂസൽ കൂടാതെ പറഞ്ഞു. മേജർ പറഞ്ഞു, "അവനെ വിടൂ. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാണ് തെറ്റ് ചെയ്തത്. അവനെ ഏൽപ്പിച്ചിട്ടുള്ള ആട്ടിൻപറ്റത്തെ വിട്ട് അവൻ എങ്ങനെ എന്റെ കൂടെ വരും?" പിന്നെ ഇടയനെ നോക്കി അദ്ദേഹം പറഞ്ഞു, "കുട്ടി, എനിക്ക് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടു. ആടുകളെ മേയിച്ചുകൊണ്ട് ഈ മലയോരത്ത് കഴിയേണ്ടവനല്ല നീ. നിന്നെപ്പോലുള്ള ചെറുപ്പക്കാരെ നമുക്ക് ആവശ്യമുണ്ട്. ചെന്നായ്ക്കളെ പോലെയുള്ള ശത്രുക്കളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ. പട്ടാളത്തിൽ ചേരാൻ നീ ഇഷ്ടപ്പെടുന്നുവോ?" ഇടയൻ തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു, "എന്റെ വളരെ കാലമായുള്ള മോഹമാണിത്. എന്നാൽ ഞാൻ
അത്രയ്ക്കൊന്നും പഠിച്ചിട്ടില്ലല്ലോ, മേജർ പറഞ്ഞു. പഠിപ്പല്ല, നീ കാണിച്ച മനസ്സുറപ്പും നേരും കൂറുമാണ് ജവാന് വേണ്ടത്. പട്ടാളത്തിൽ ചേരാൻ സമ്മതമാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരണം. ഉടനെ ഇടയൻ വിനയാന്വിതനായി പറഞ്ഞു. ഉടനെ വരാൻ നിവർത്തിയില്ല. ഞാൻ വന്നാൽ ഈ ആട്ടിൻപറ്റത്തെ ആര് നോക്കും? മേജർ പറഞ്ഞു. ആടുകളെ തെളിച്ചു കൊണ്ടുപോയി യജമാനനെ ഏൽപ്പിച്ചിട്ട് ഉടനെ വരാമോ? ഇടയൻ പറഞ്ഞു. അതിനും നിവൃത്തിയില്ല. വിശ്വസിക്കാൻ പറ്റിയ ഒരു ചെറുക്കനെ തേടി പിടിച്ച് യജമാനന് കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് വേണം വരാൻ. ഇത് കേട്ടപ്പോൾ മേജർക്ക് ഇടയനോട് കൂടുതൽ ഇഷ്ടം തോന്നി. അദ്ദേഹം പറഞ്ഞു, ശരി, അങ്ങനെ ചെയ്യ്. ഈ കാർഡിൽ എന്റെ മേൽവിലാസം കുറിച്ചിട്ടുണ്ട്. പട്ടണത്തിൽ വന്ന് ഇത് കാണിച്ചാൽ ആരെങ്കിലും നിന്നെ എന്റെ അടുത്ത് കൊണ്ടുവന്നാക്കും. മേജറും ജവാന്മാരും യാത്രയായി. ഒരാഴ്ച കഴിഞ്ഞു. ഇടയൻ യജമാനന്റെ സമ്മതം വാങ്ങി പട്ടാളത്തിൽ ചേർന്നു. പുതിയ ജോലിയിലും അവൻ ഉത്സാഹവും ധൈര്യവും നേരും കൂറും കാണിച്ചു. അതോടൊപ്പം പഠിച്ച് പരീക്ഷകളിൽ ജയിക്കുകയും ചെയ്തു. കുറച്ചു കാലം കൊണ്ട് അവൻ വലിയ സ്ഥാനത്തേക്ക് ഉയർന്നു.